രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറയാൻ പോകുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പങ്കുവയ്ക്കുന്നത്. അടുത്ത 10 ദിവസത്തിനുള്ളിൽ കുറഞ്ഞേക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞതോടെ പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾക്ക് ഇപ്പോൾ ഒരു ആശ്വാസം വന്നിരിക്കുകയാണ്. നിലവിലെ നിരക്കിൽ ക്രൂഡ് ഓയിൽ വില തുടർന്നാൽ അടുത്ത 10 ദിവസത്തിനുള്ളിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില 4 മാസത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. യുദ്ധത്തിന് മുമ്പുള്ള, അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് വ്യാപാരം നടക്കുന്നുണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. മെയ് 15 മുതൽ ഇന്ത്യയിലെ ചില്ലറ ഇന്ധന വില ലിറ്ററിന് ഏകദേശം 7.5 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. US ഇറാൻ സംഘർഷം ആരംഭിച്ച് 2.5 മാസത്തിലേറെയായപ്പോഴാണ് ആദ്യ പരിഷ്കരണം വന്നത്. സ്വകാര്യ ഇന്ധന റീറ്റെയിലർ നയാര എനർജി ഇതിനകം തന്നെ പെട്രോൾ ഡീസൽ വില കുറച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ ഉടമസ്ഥയിലുള്ള എണ്ണ വിപണന കമ്പനികളിൽ നിന്ന് വിലക്കുറവ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ വ്യാപാരം നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില $75 സമീപം തുടർന്നാൽ അടുത്ത 6 മുതൽ 12 മാസം കൊണ്ട് കമ്പനികൾക്ക് ഈ നഷ്ടം നികത്താനാകുമെന്നാണ് വ്യവസായ മേഖലയിലെ വിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിനുശേഷവും സർക്കാരിന്റെ അനുമതിയോടെ മാത്രമേ പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വില കുറയ്ക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കമ്പനികൾ വീണ്ടും ലാഭത്തിലാക്കുന്നതിന് മുമ്പ് വില കുറയ്ക്കുകയോ ആണെങ്കിൽ അതൊരു പരോക്ഷ സബ്സിഡിയായി മാറുമെന്നും അതിന് സർക്കാർ സാമ്പത്തിക സഹായമോ എക്സൈസ് തീരുവയിൽ ഇളവോ ആവശ്യമായി വരുമെന്നാണ് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ആഗോള എണ്ണ ഉൽപാദന കൂട്ടായ്മയായ ഒപെക് പ്ലസ് ഓഗസ്റ്റിൽ 11 1.88 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കൂടി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ പശ്ചിമേഷ്യയിലെ സംഘർഷം ആരംഭിച്ചതിന് ശേഷം തുടർച്ചയായ 5ാം മാസമാണ് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത്. അതേസമയം ഗാർഹിക LPG സിലിണ്ടർ വിൽപ്പനയിൽ ഇപ്പോഴും ഓരോ സിലിണ്ടറിനും ഏകദേശം 500 രൂപയുടെ നഷ്ടമാണ് കമ്പനികൾ നേരിടുന്നത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ പൊതുമേഖലാ എണ്ണ ശുദ്ധീകരണ വിപണന കമ്പനികൾ ചേർന്ന് 75,000 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 20-ന് മുമ്പേ വില കുറയ്ക്കാനാണ് സാധ്യത എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അന്താരാഷ്ട്ര വിലയിൽ വില കുറയുന്നതും സൗദി അറേബ്യ ക്രൂഡ് ഓയിൽ വില കുറച്ചതുമാണ് അനുകൂലമായ ഒരു ഘടകമായി മാറുന്നത്. നിലവിൽ സ്വകാര്യ കമ്പനിയായ നയാര എനർജി ഇന്ധനവില കുറച്ചിട്ടുണ്ടെങ്കിലും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില $75 സമീപം തുടരുകയാണെങ്കിൽ അടുത്ത 6 മുതൽ 12 മാസം കൊണ്ട് ഇന്ധന കമ്പനികൾക്ക് തങ്ങളുടെ നഷ്ടം നികത്താൻ സാധിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. കൂടാതെ ഇപ്പോൾ ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം, അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ യുദ്ധമുണ്ടായിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഈ വാണിജ്യ പാചകവാതത്തിന് ഒക്കെ വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആ നിയന്ത്രണമെല്ലാം 3 ദിവസത്തിന് മുമ്പാണ് അതെല്ലാം തന്നെ പൂർണ്ണമായി എടുത്തു കളഞ്ഞു. സാധാരണ നിലയിലേക്കുള്ള ഒരു സംവിധാനത്തിലേക്ക് പാചകവാതം കടക്കാനുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ യുദ്ധം തീർന്നതിന് ശേഷം 1-2 ആഴ്ച കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഇനി യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ വീണ്ടും അത് കുറയ്ക്കാതെ അത് പിടിച്ചു നിർത്താനുള്ള ഒരു നീക്കമാണ് നോക്കുന്നത്. കാരണം മറ്റ് രാജ്യങ്ങളടക്കം തന്നെ വലിയ രീതിയിൽ പെട്രോളിനും ഡീസലിനും വില വർധന നടത്തിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇവിടെ ഒരു 5 രൂപ അല്ലെങ്കിൽ 3 രൂപ മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പെട്രോളിനും ഡീസലിനൊക്കെ വില വർദ്ധിപ്പിച്ചത്. നിലവിൽ ഇപ്പോൾ റഷ്യ ഇന്ത്യയിൽ നിന്നും എണ്ണ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായി വരുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ, അതായത് ഏകദേശം ഈ മാസം ഒരു 20-ാം തീയതിയോടുകൂടി പെട്രോളിനും ഡീസലിനും ഒരു വില കുറയ്ക്കാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്.